പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. ഗോൾഡൻ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ സീക്വൻസ്, പിന്നെ ഗോൾഡൻ റൈസ് ബീഡ്സ്, പിന്നെ ഞാനൊരു വൈറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്, അതാണ് കേട്ടോ ഇത്. പിന്നെ ഇതുപോലെ റെഡ് സിൽക്ക് ത്രെഡ്, പിന്നെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റോൺ ആണ്. റെഡ് കളറിൽ ഐ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റോൺ ആണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ അഫിലിയേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. ആദ്യം നമ്മൾ ക്ലോത്തിലേക്ക് ഈ ഒരു സ്റ്റോണൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇടവിട്ടിട്ടാണ് ഞാൻ ഈ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. B7000 എന്ന് പറഞ്ഞ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റോൺ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒട്ടിച്ചാൽ പെട്ടെന്ന് അത് ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയൊന്നും വേണ്ട. ഈ സ്റ്റോണൊക്കെ ഒട്ടിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെറിയ ഡിസൈൻസ് ട്രൈ ചെയ്ത് നോക്കുക. കുർത്തിയുടെ നെക്കിലോ അല്ലെങ്കിൽ സ്ലീവിലോ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ മെറ്റീരിയൽ ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ആ ഡ്രസ്സ് വെയർ ചെയ്യാൻ പറ്റും. നല്ല ലുക്കായിരിക്കും അതിനൊക്കെ കാണാൻ. ഫസ്റ്റ് റോയിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ നടുക്കായിട്ട് വേണം സെക്കൻഡ് റോയിൽ സ്റ്റോൺ വരാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ സ്റ്റോണിന് ചുറ്റുമായിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു റോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ 2 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയായാലും ആ ഡിസൈൻ ആ ഒരു സ്റ്റോണിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താലാണ് നമുക്ക് ഈ ഷുഗർ ബീഡ്സൊക്കെ കോർക്കാനൊക്കെ പറ്റുക. അപ്പം മാക്സിമം അങ്ങനത്തെ നീഡിൽസ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിത് ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് ഒരു റൈസ് ബീഡ് എടുത്ത് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇനി കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് റൈസ് ബീഡ് തന്നെ ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതേപോലെ കുറച്ച് ഇടവിട്ട് ഒരു 3 എണ്ണം നമ്മൾ റൈസ് ബീഡ്സ് ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സിൽക്ക് ത്രെഡ് 5 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2 ആയിട്ട് മടക്കി 10 സ്റ്റാൻഡ്സ് ആക്കിയിട്ടൊന്ന് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ആങ്കർ ത്രെഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി 2 റൈസ് ബീഡിൻ്റെ നടുക്ക് നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ ഒറ്റ തവണ ചുറ്റിയിട്ട് സീക്വൻസ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ നീഡിൽ താഴ്ത്തി എടുക്കുവാണ്. ഇനി ഈ താഴത്തെ സ്പേസ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് വൈറ്റ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.